ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നോമ്പുതുറക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുഴയ്ക്കും വേണ്ട, പരത്തും വേണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമേ. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതൊക്കെ ഉണ്ടല്ലേ, 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ ചീകി വെച്ചതാണ്. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് 2 സവാള ചെറുതായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. രണ്ടും 1/4 ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് വഴറ്റി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറില്ലേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് തീ കുറച്ച് വയ്ക്കാം. ഇതിൽ ഇനി പൊടികളാണ്: 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടി ആദ്യം നമ്മൾ കുറച്ചാണ് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ ചീകി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് എരിവ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിനോടൊപ്പം ആക്കാവുന്നതാണ്. ഞാൻ ഈ സമയം കൊണ്ട് ഒരു 2 ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് സ്റ്റൗവിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടായിരുന്നു. ഒരു അധികം വലുപ്പമില്ലാത്ത 2 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങാൻ വെച്ചത്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ആ ചൂടോടെ തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുത്തതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അത് ചെറുതായി മുറിച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും അതേപോലെ കോഴിമുട്ടേൻ്റെതും ഒക്കെ നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാ നമ്മുടെ ഇത് നന്നായി ഒന്ന് യോജിച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ കുറച്ച് നേരം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു പണി കൂടിയുണ്ട്. ബ്രെഡിനെ ഒരു 4 ബ്രെഡിന് പൊടിച്ചെടുത്താണ്. അതേപോലെ തന്നെ കുറച്ച് മൈദ എടുത്തിട്ട് ഇതേപോലെ നല്ല കട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. സമൂസ ഷീറ്റാണ്, അത് ഒരു ഷീറ്റിൽ നിന്ന് 2 എണ്ണം കട്ട് എടുത്തതാണിത് കേട്ടോ. അപ്പോൾ ഒരു 15 എണ്ണം നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഇതിനനുസരിച്ച് അതിൽ 15 ഉരുളകൾ കിട്ടും. അതിനനുസരിച്ചിട്ടാണ് സമൂസ ഷീറ്റിനെ അവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് നീളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നീളത്തിലൊരു ഉരുളാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വെളിയിൽ കാണുന്ന പോലെ ആക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി വേണ്ടി വരണമെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉരുളാക്കിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഷീറ്റും ഇതിനും കൂടി ഒപ്പം ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് മെല്ലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം പറയേണ്ട, പെട്ടെന്ന് തന്നെ ആവും. ഇനി കുറച്ച് ഭാഗം ഇതേപോലെ ഒന്ന് വിട്ടു കൊടുക്കാം. നമുക്ക് മൈദാമാവ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇതിനൊന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൈദ കലക്കി വെച്ചതുണ്ടല്ലോ, അതിലേക്ക് ഇതിൻ്റെ അതായത്
ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് മുട്ടിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ബ്രെഡിൽ ഒന്ന് മുക്കി റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം ഇതേപോലെ ആക്കിയിട്ടുണ്ട്. തോനെ എണ്ണ ഒഴിക്കണമെന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു പരന്നൊരു പാനിൽ ഇതേപോലെ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് എണ്ണയാണ് ഇഷ്ടം അത് ഒഴിക്കാം. ഇനി ഇതിനൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ ഒന്നിട്ടിട്ടുണ്ട്. അതേപോലെ എല്ലാം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. കുറച്ച് നേരത്തിന് ശേഷം നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് ഇട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെക്കരുതേ, തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടല്ല, പാകത്തിന് ചൂടേ ഉള്ളൂ. അതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് ഫസ്റ്റത്തെ പോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നോമ്പ് തുറക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ.